ഈ വെക്കേഷൻ കുസാറ്റിൽ ചെലവഴിച്ചാലോ? വെക്കേഷന് കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? പണ്ടൊക്കെ പാടത്തും പറമ്പിലും കളിക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇന്ന് വെറുതെ വീട്ടിലിരുന്ന് ടിവിയും മൊബൈൽ ഫോണും കാണുന്നതല്ലാതെ കുട്ടികൾക്ക് മറ്റു വഴികളില്ല. എന്നാൽ അത്തരത്തിൽ വീട്ടിലിരുന്ന് ഇന്റർനെറ്റിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ആശങ്ക കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടെങ്കിൽ നേരെ കുസാറ്റിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിലേക്ക് പോരൂ. ഒരു മാസത്തെ സമ്പൂർണ്ണ വ്യക്തിത്വ വികസന ശാസ്ത്രാവധിക്കാല പരിപാടിയുടെ ഭാഗമാകാം. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കുസാറ്റ് സ്കൂൾ കുട്ടികൾക്കായി ഇങ്ങനെയൊരു അവസരം ഒരുക്കുന്നത്. പക്ഷേ സർവകലാശാലയുടെ ഭാഗത്തുള്ള രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം അവിടെ നടക്കുന്ന ഗവേഷണങ്ങളും ഒക്കെ ഏറ്റവും ആധുനികമായ കാര്യങ്ങളായതുകൊണ്ട് ഏറ്റവും പുതിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ശാസ്ത്രാങ്കേതിക മേഖലയിൽ കൊച്ചിയിലും തന്നെയല്ല, ഇന്ത്യയിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം, ശാസ്ത്ര സമൂഹ കേന്ദ്രം പോലൊരു സ്ഥാപനം നിലവിലില്ല. ഇന്ത്യയിൽ തന്നെയുള്ള ഏക കേന്ദ്രമാണ്. സർവകലാശാലയുടെ കീഴിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളിലേക്ക് ശാസ്ത്രം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിലില്ല. അപ്പൊ നിലവിൽ നമ്മൾ ഒട്ടനവധി പുതിയ സംവിധാനങ്ങൾ സീസണിലുണ്ട്, ശാസ്ത്ര കേരളത്തിലുണ്ട്. അപ്പൊ അത് കൂടുതൽ കുട്ടികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ മാത്രമേ വിജയിക്കൂ. അപ്പൊ അതിൽ നിങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ട് നേടാൻ വേണ്ടിയാണ്, ശരിക്കും അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ കാര്യം വിജയിപ്പിക്കാൻ സാധിക്കൂ. ദിവസവും കുട്ടികൾ അവിടെ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് വിവിധ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും പരിചയപ്പെടുകയും അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്ത രീതിയിലുള്ള സംവിധാനമാണ്. അത് ഞങ്ങൾ വൺ ഡേ അറ്റാച്ച്മെന്റ് പ്രോഗ്രാം എന്നാണ് വിളിക്കുന്നത്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് പലതും അറിയാം, പലരുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ വെക്കേഷൻ സമയത്ത് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ്. അത് ഏപ്രിൽ മാസത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം, അടുത്തത് മെയ് മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. 5 മുതൽ 7 വരെയുള്ള കുട്ടികൾക്കാണ് സാധാരണയായിട്ട് ജൂനിയർ എന്ന രീതിയിലുള്ള പ്രവേശനം ഉണ്ടാവുക. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് സീനിയർ ബാച്ച് എന്ന രീതിയിലുള്ള പ്രവേശനം ഉണ്ടാവാറുണ്ട്. 2 ബാച്ചുകളായിട്ട് രാവിലെ 8:30 മുതൽ 12:30 വരെയുള്ള ഒരു ബാച്ചും 10:30 മുതൽ 3:00 വരെ ഒരു ബാച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം 2 ഏക്കർ സ്ഥലത്ത്, ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും വലിയ ഏരിയയിലുള്ള മറ്റൊരു സെന്റർ ഇല്ല. ഏറ്റവും കൂടുതൽ ഏരിയയിൽ വ്യത്യസ്തമായ സംവിധാനങ്ങൾ, അതിൽ ISROയുടെ തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുള്ള പവലിയനുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ച് പഠിക്കുക, ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ്. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ശരിയായ രീതി അതാണ്. സ്കൂളുകളിലെ അധ്യാപകർ ഇപ്പം BEd വേണ്ടിയിട്ട് MEd വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന സമയത്ത് അവരോട് ശാസ്ത്രം പഠിപ്പിക്കുന്ന എല്ലാവരോടും പറയുന്നത് കുട്ടികളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് പ്രവർത്തനത്തിലൂടെ അവർ തിയറിയിലേക്ക് വരിക ശരിയായ ശാസ്ത്രീയമായ രീതിയാണ് പറയാറുള്ളത്. സ്കൂളിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ എണ്ണം, ടീച്ചേഴ്സിന്റെയും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ റേഷ്യോയില് വലിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ കുട്ടിയെയും കൃത്യമായിട്ട് പരിഗണിക്കാൻ പറ്റാതെ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9188219863.